നമ്മളെല്ലാം കരുതുന്നത് ഒരു സോഡാ കുപ്പി നന്നായി കുലുക്കിയാൽ അതിനുള്ളിലെ പ്രഷർ കൂടുമെന്നാണ്. എന്നാൽ അത് ശരിയല്ല. ഇത് പരിശോധിക്കുന്നതിനായി ഒരു പ്രഷർ ഗേജ് ഈ കുപ്പിയിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ ഈ കുപ്പിയിലെ പ്രഷർ 30 PSI ആണ്. എത്ര കുലുക്കിയിട്ടും പ്രഷർ ഗേജിൽ നീഡിൽ ഒരു ഇഞ്ച് പോലും മാറിയിട്ടില്ല. സയന്റിഫിക്കലി പറഞ്ഞാൽ ഒരു അടച്ച കുപ്പിക്കുള്ളിലെ ലിക്വിഡും അതിനു മുകളിലുള്ള ഗ്യാസും ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും. കുലുക്കുമ്പോൾ ഗ്യാസ് ബബിൾസ് പുറത്തു വരുമെങ്കിലും കുപ്പിക്കുള്ളിലെ പ്രഷർ കൂടാൻ തുടങ്ങുന്ന അതേ നിമിഷം തന്നെ ആ പ്രഷർ കാരണം ഗ്യാസ് തിരിച്ച് ലിക്വിഡിലേക്ക് ലയിക്കാൻ നിർബന്ധിതമാകും. കുലുക്കുമ്പോൾ ലിക്വിഡിൽ ലക്ഷക്കണക്കിന് ഗ്യാസ് ബബിൾസ് ഫോം ചെയ്യുന്നു. തുറക്കുന്ന നിമിഷം 30 PSIയിൽ നിന്നും 14.6 PSI ആകുന്നു. പ്രഷർ കുറഞ്ഞതിനാൽ കുമിളകൾ പെട്ടെന്ന് വികസിക്കുകയും ലിക്വിഡിനെ പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു. അല്ലാതെ കുലുക്കുമ്പോൾ പ്രഷർ കൂടുന്നത് കൊണ്ടല്ല ഇത് തെറിച്ച് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ ഈ കുപ്പി ചൂടുവെള്ളത്തിൽ വെച്ചാൽ പ്രഷർ 30-ൽ നിന്നും 40 PSI ആയി കൂടുന്നത് കാണാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡിന് ഗ്യാസിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി കുറയുന്നു. അപ്പോൾ കൂടുതൽ ഗ്യാസ് പുറത്തേക്ക് വരികയും പ്രഷർ കൂടുകയും ചെയ്യുന്നു. ഇതാണ് ഹെൻറീസ് ലോ. ചൂടുള്ളപ്പോൾ ഗ്യാസിന് ലിക്വിഡിലിരിക്കാൻ മടിയാണ്. അത് പുറത്തേക്ക് ചാടി പ്രഷർ കൂട്ടുന്നു. 4 മണിക്കൂർ ഈ കുപ്പി ഫ്രീസറിൽ വെച്ചപ്പോൾ പ്രഷർ 20 PSIയിലേക്ക് താഴുന്നതും കാണും. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ സ്പീഡ് കുറയുകയും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രഷർ കുറയാൻ കാരണം.